ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 8ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി പാർട്ടായ ദ റിവർ വാലി സിവിലൈസേഷനാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടിൻ്റെയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ രണ്ടിൻ്റെയും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. നമ്മളിന്ന് ലാസ്റ്റ് പാർട്ടാണ് മെസപ്പൊട്ടാമിയൻ, ചൈനീസ് സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെയാണ് പഠിക്കാൻ പോകുന്നത്. We have discussed the Indus Valley civilization. There were a few other civilizations in different parts of the world in the same period. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദി തടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറെയും ചില സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഈ ഈജിപ്ഷ്യനും അതുപോലെ തന്നെ മെസപ്പൊട്ടാമിയൻ, ചൈനീസ് സിവിലൈസേഷനൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. There were Mesopotamian, Egyptian and Chinese civilization. Wide of bronze tools was common feature of all these civilization. Hence these civilization are commonly known as Bronze Age civilization. അപ്പോൾ മെസപ്പൊട്ടാമിയനും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ, ചൈനീസ് സിവിലൈസേഷൻ, അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതിലെല്ലാത്തിനും ബ്രോൺസ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ സിവിലൈസേഷനെയും ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നുകൂടി വിളിക്കുമായിരുന്നു. Observe the map below to identify the regions where these civilization flourished. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് സിവിലൈസേഷൻസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ ചൈനീസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒരാളുടെ ഡയറി കുറിപ്പാണ്, അതാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. ഐ റീച്ച് ഈജിപ്റ്റ് ഇൻ നവംബർ 1922. ഇറ്റ് വാസ് എ ജേർണി ഇൻ സെർച്ച് ഓഫ് മമ്മി ഓഫ് ടുറ്റാൻഖാമൻ, ദ എംപറർ ഹൂ ലിവ്ഡ് ഇൻ ദ 14th century. അപ്പോൾ ഒരാൾ ഈജിപ്തിലേക്ക് പോയി. നവംബർ 1922 അയാൾ പോയത്. അയാൾ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ മമ്മി ടുറ്റാൻഖാമൻ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ മമ്മിയെ കാണാനാണ്. മമ്മി എന്ന് വെച്ചാൽ അയാൾ മരിച്ചുപോയി എങ്കിലും അയാളെ ജീവനുള്ള പോലെ തന്നെ കിടത്തിയിരിക്കുക, അയാൾക്കൊന്നും പറ്റാതെ തന്നെ കിടത്തിയിരിക്കുന്നതാണ് മമ്മി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ന്യൂ സ്റ്റേജ് ഓഫ് ദ ജേർണി ഇൻ സെർച്ച് ഓഫ് മമ്മീസ് ആൻഡ് പിരമിഡ്സ്. അപ്പോൾ അയാൾക്ക് പുതിയൊരു ജേർണി ആയിരുന്നു ഈ മമ്മീസിനെയും പിരമിഡ്സിനെയൊക്കെ പോകണം എന്നുള്ളത്. A prolonged search across the northern valley of Egypt but no avail. Expectation gave way to disappointment. ഇയാൾ ടുറ്റാൻഖാമൻ എന്ന എംപററിൻ്റെ മമ്മിയെ കാണാനാണ് പോയത്. പക്ഷേ അയാൾ എല്ലാവിടെയും നോക്കിയപ്പോൾ അയാൾക്ക് അതൊന്നും കണ്ടില്ല. Expectation gave way, disappointed. At last I decided to start excavation near a huge pyramid. അപ്പോൾ അയാൾ എല്ലാവിടെയും നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അയാൾക്ക് വലിയൊരു പിരമിഡ് കണ്ടു. അപ്പോൾ അതിലേക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. Curiosity gave way a wonder. Step loading a large door underground, one after the other. When the third door was opened, I stood dazed. അപ്പോൾ ഇയാൾ ആ ഒരു പിരമിഡിൻ്റെ താഴോട്ട് പോയപ്പോൾ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ ഒരു ഡോർ ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അയാൾ ആശ്ചര്യപ്പെട്ടു. പെട്ടെന്ന് അയാൾക്ക് സന്തോഷം പോലെ വന്നു. The emperor whom I have been pursuing lay adorned in external sleep. അപ്പോൾ ഏത് എംപററിനെയാണോ, ഏത് എംപററാണ്? ടുറ്റാൻഖാമൻ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യനിലത്തെ എംപററിനെ അയാൾ അവിടെ സ്ലീപ്പിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ സ്ലീപ്പ് എന്ന് വെച്ചാൽ അയാളെ ഫുൾ ഉറക്കമാണ്, കാരണം അയാൾ മരിച്ചില്ലേ, അപ്പോൾ ഫുൾ ഉറക്കമാണ്. അപ്പോൾ അതിനെയാണ് എക്സ്റ്റേണൽ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഹാവ് യു റീഡ് ദ ഡയറി ഓഫ് ഹോവാർഡ് കാർട്ടർ ദ ആർക്കിയോളജിസ്റ്റ്? അപ്പോൾ നിങ്ങളിപ്പം ഒരു ആർക്കിയോളജിസ്റ്റിൻ്റെ ഡയറിയാണ് വായിച്ചത്, ഹോവാർഡ് കാർട്ടർ എന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ടുറ്റാൻഖാമൻ മെൻഷൻ ഇൻ ദ ഡയറി? നിങ്ങൾ ടുറ്റാൻഖാമനെ ആ ഒരു ഡയറിയിൽ ശ്രദ്ധിച്ചോ? ടുറ്റാൻഖാമൻ എന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ ആ ഒരു പിരമിഡിൻ്റെ ഒരു എംപററായിരുന്നു, പണ്ട് കാലത്തെ എംപററായിരുന്നു. ഹി വാസ് എ കിങ് ഓഫ് ആൻഷ്യൻ്റ് ഈജിപ്റ്റ്. ഈജിപ്തിലത്തെ പണ്ടത്തെ ഒരു കിങ് ആയിരുന്നു. ബാക്ക് ദെൻ ദ കിങ്സ് ഓഫ് ഈജിപ്റ്റ് വർ നോൺ ആസ് ഫറോവ. അപ്പോൾ ഈജിപ്തിലത്തെ കിങ്ങുമാരെ എല്ലാവരെയും പറയുന്നതാണ് ഫറോവ. The practice of preserving the body of the dead prevailed in Egypt. A corpus preserved is called a mummy. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരിനെ സൂക്ഷിച്ച് വയ്ക്കും. മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡിക്ക് ഒന്നും പറ്റാത്ത പോലെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അതിനെ ഒരു കോർപ്പസ് ഈസ് കോൾഡ് മമ്മി. അതിനെയാണ് മമ്മി എന്ന് പറയുന്നത്.
പിരമിഡ്സ് വേർ ടോംസ് വേർ ദ മമ്മീസ് വേർ പ്രിസർവ്ഡ്. ഇപ്പോൾ ടോംസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ മേലെ എന്തെങ്കിലും ചെറുതായി വെക്കും. അപ്പോൾ ഇവിടെ മമ്മികളിലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വലുതായിട്ടൊരു പിരമിഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ടോംബ് എന്ന് പറയുന്നത്. They remain as evidence for the excessive use of labor and wealth. What were the other features of the Egyptian civilization that existed in the Bronze Age? അപ്പോൾ വേറെ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? ദിസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ നൈൽ. അപ്പോൾ എല്ലാ സിവിലൈസേഷനും ഒരു റിവറിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ എന്ന് പറഞ്ഞ നദിയുടെ അടുത്താണ് ഉത്ഭവപ്പെടുന്നത്, ഫ്ലറിഷ്ഡ് ആയത്. അഗ്രികൾച്ചർ വാസ് ബാക്ക് ബോൺ ഓഫ് ദി സിവിലൈസേഷൻ. നമുക്കറിയാം എല്ലാ സിവിലൈസേഷൻ, നമ്മൾ ഇൻഡസ് വാലി പഠിച്ചു. അപ്പോൾ ആ ഒരു സിവിലൈസേഷനിലും ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു മെയിൻ സോഴ്സാണ്. അപ്പോൾ ഇവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ദി ഈജിപ്ഷ്യൻസ് ഓൾസോ എൻഗേജ് ഇൻ വീവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. ഇവർ വീവിങ്, അതുപോലെ തന്നെ ഗ്ലാസ് വെയർ എന്ന് വെച്ചാൽ ഗ്ലാസ് കൊണ്ടുള്ള നിർമ്മാണം, അതുപോലെ തന്നെ തുണി ഉണ്ടാക്കൽ, അതെല്ലാം ഇവർ ഈജിപ്ഷ്യൻ ആൾക്കാർ ചെയ്തിരുന്നു. ദേ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇവർ റൈറ്റിങ്ങിൻ്റെ ഒരു ആർട്ട്, മീൻസ് ഒരു ലാംഗ്വേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഹീറിയോഗ്ലിഫിക്സ്. അപ്പോൾ ആ ഒരു ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ പറയുന്നതാണ് ഹീരിയോഗ്ലിഫിക്സ്, വിച്ച് മീൻസ് സാക്രഡ് റൈറ്റിംഗ്. സാക്രഡ് റൈറ്റിംഗിനെയാണ് അത് പറയുന്നത്. സാക്രഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഗോഡിനെ വിശ്വസിച്ച് കൊണ്ട് എഴുതുന്നതിനെയാണ് സാക്രഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദി യൂസ് ലീവ്സ് ഓഫ് പ്ലാന്റ് കോൾഡ് പാപ്പിറസ് ഫോർ റൈറ്റിംഗ്. അവർ എഴുതാൻ യൂസ് ചെയ്ത ഒരു പ്ലാന്റാണ് പാപ്പിറസ് എന്ന് പറഞ്ഞ ഒരു ചെടി. The Egyptians also attained amazing advancement in the field of science. They formulated a solar calendar as per the calendar of year had 365 days. ഈജിപ്ഷ്യത്തെ ആൾക്കാർ അവരൊരു കലണ്ടർ നിർമ്മിച്ചിരുന്നു. അതിൽ ഒരു വർഷം എന്ന് പറയുന്നത് 365 ഡേ ആയിരുന്നു. അതുപോലെ തന്നെ 1 ഇയർ അവർ 12 മാസം അവർ ഡിവൈഡ് ചെയ്തു. അതുപോലെ ഒരു മാസത്തിന് അവർ 30 ഡേയ്സ് ആയിട്ട്, ഇപ്പോഴത്തെ പോലെ തന്നെ അവർ പണ്ടും ചിന്തിച്ചിരുന്നു. ദ റിമൈനിങ് 5 days were set as for celebration. ബാക്കി 5 ദിവസം കൂടിയുണ്ട്. അപ്പോൾ അതിനെ അവർ സെലിബ്രേഷൻ ചെയ്യാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാ മാസവും 30-ാം തീയതിയാണ്. നമ്മുടെ നോക്കുകയാണെങ്കിൽ ചിലത് 30, 31 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ 31ൻ്റെ ആ ഒരു ദിവസം അത് എല്ലാ വർഷത്തിൽ കൂട്ടിയിട്ട് 5 ദിവസമുണ്ട്. അപ്പോൾ അതിനവർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ ഓൾസോ സിഗ്നിഫിക്കൻറ്റ്. അവർ മാത്തമാറ്റിക്സിലായിരുന്നു കൂടുതൽ ഇൻ്റലിജൻറ്റ് പോലെ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ ഒരു പിരമിഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഏരിയയും അതുപോലെ തന്നെ പെരിമീറ്ററും എല്ലാം പഠിച്ചിരിക്കണം. Their advancement in the field of mathematics is also significant. They could calculate the area of triangles and rectangles. അവർക്ക് ഏരിയ ട്രയാങ്കിളിൻ്റെയും അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. They could calculate area of triangle and rectangles. To determine time, they made sundial, a clock that tells time by the shadow cast by the sun, and water clock that works on the water current. അപ്പോൾ അവർ സൺഡയൽ എന്ന് പറഞ്ഞൊരു ക്ലോക്ക് ഉണ്ടാക്കി. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഷാഡോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഷാഡോ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. The Egyptians were also skillful in sculpture. It is evident for the Sphinx, a statue with lion's body and human's head. അപ്പോൾ ഈജിപ്ഷ്യൻത്തെ ആൾക്കാർ സ്കൾപ്ചർ എന്താ വെച്ചാൽ നിർമ്മാണിക്കുന്ന നല്ല സ്കിൽഫുൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ലയൻ്റെ ബോഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ലയൻ്റെ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തല എന്ന് പറയുന്നത് ഒരു മനുഷ്യ തല തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പറയുന്നത്. അടുത്തത് നമ്മളെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് നോക്കാം. ദ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റത്തെ ഇറാഖിലാണ് പണ്ടത്തെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. മെസപ്പൊട്ടാമിയ ഈസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടിഗ്രീസ്. അപ്പോൾ മെസപ്പൊട്ടാമിയ യൂഫ്രട്ടീസും അതുപോലെ തന്നെ ടിഗ്രീസിൻ്റെയും ഇടയിലായിരുന്നു മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ ആണെങ്കിൽ നൈൽ റിവറിൻ്റെ സൈഡായിരുന്നു. ദീസ് റിവർ ഒറിജിനേറ്റ് ഫ്രം ദ ആർമാനിയ മൗണ്ടെയ്ൻസ് ആൻഡ് മേർജ് വിത്ത് ദ പേർഷ്യൻ സീ. ഇപ്പോൾ ഈ ഒരു റിവർ എന്ന് പറയുന്നത് അർമാനിയൻ മൗണ്ടെയ്ൻസിൽ നിന്നും പേർഷ്യൻ സീ വരെയാണ് ഉള്ളത്. ദ വേർഡ് മെസപ്പൊട്ടാമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്. മെസപ്പൊട്ടാമിയ എന്ന് വെച്ചാൽ റിവറുകളുടെ ഇടയിലുള്ളതിനെയാണ് മെസപ്പൊട്ടാമിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു പേരിട്ട് 2 റിവറിൻ്റെ ഇടയിലുള്ള കാരണം.
Four different civilizations emerged and declined in Mesopotamia. They were the Sumerian, the Babylonian, the Assyrian and the Chaldean. അപ്പോൾ നാല് സിവിലൈസേഷൻസ് മെസപ്പൊട്ടാമിയയിൽ നിന്നും ഡിക്ലൈൻ ചെയ്തിട്ട് എമേർജ് ആയി പോയി. അതൊക്കെയാണ് സുമേറിയൻ, ബാബിലോണിയൻ, അസിറിയൻ ആൻഡ് ചാലിയൻ. ദ ഫെർട്ടൈൽ സോയിൽ ഓഫ് മെസപ്പൊട്ടാമിയം ഹെൽപ്പ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. അപ്പോൾ അവിടെ അഗ്രികൾച്ചറും ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു സോയിലുള്ള കാരണം രണ്ട് സൈഡും വെള്ളമാണ്, റിവേഴ്സാണ്. അപ്പോൾ നല്ലൊരു സോയിലുള്ള കാരണം അവർക്ക് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്സിന് വളരെ യൂസ്ഫുള്ളായി. ഇറ്റ് ലെഡ് ടു ട്രേഡ് ആൻഡ് കോൺസിക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. യുവർ, റുറക് ആൻഡ് ലാഗാഷ് വെർ ദ മേജർ സിറ്റീസ് ഇൻ ദ ആൻഷ്യൻ മെസപ്പൊട്ടാമിയ. അപ്പോൾ മെസപ്പൊട്ടാമിയയിൽ എല്ലാവരും വന്നിട്ട് ട്രേഡ് ചെയ്യണ സ്ഥലമാണ് യുവർ, റുക്ക് ആൻഡ് ലാഗേഷ്. ഇതാണ് അവിടുത്തെ മേജർ സിറ്റി. Cities were also trading centers. We have discussed the trade link between the people of Mesopotamia and Indus Valley. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനത്തെ ആൾക്കാരും അതുപോലെ തന്നെ മെസപ്പൊട്ടാമിയത്തെ ആൾക്കാരും കൂടെ ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച്. As trade developed, it became essential to record the accounts of the exchanged goods. It eventually led to development of art of writing. അപ്പോൾ ഇവരും ആർട്ട് ഓഫ് റൈറ്റിങ്ങിൽ ചെയ്തിരുന്നത്. മെസപ്പൊട്ടാമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഇസ് കോൾഡ് കുനിഫോം. അപ്പോൾ നമ്മൾ മുമ്പ് ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസപ്പൊട്ടാമിയയിൽ ക്യൂനിഫോം എന്നാണ് പറയുന്നത്. ദി സ്ക്രിപ്റ്റ് വാസ് വെഡ് ഷേപ്പ്. ദേ വർ റിട്ടേൺ ഓൺ സ്മൂത്ത് സർഫേസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. അപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഒരു വെഡ്ജ് ഷേപ്പായിട്ടുള്ളൊരു സാധനത്തിലാണ്. അതുപോലെ തന്നെ അവർ ക്ലേ ടാബ്ലറ്റ്സ് വെച്ചാൽ ചെറുത്, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ക്യൂനിഫോം സ്ക്രിപ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഇതുപോലെയുള്ള ചെറുതായിട്ടൊരു ക്ലേ സ്ക്രിപ്റ്റിലാണ് അവർ എഴുതിയിരിക്കുന്നത്. എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. സ്റ്റിലസ് എന്ന് പറഞ്ഞ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്, കുറച്ച് ഷാർപ്പായിട്ടുള്ള കുറച്ച് കത്തി പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവർ എഴുതിയിരുന്നത്. ദ tablets were then basked in the sun. A huge collection of these tablets has found here. Most of them are related to trade. അപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ കുറച്ച് ടാബ്ലറ്റ്സ് എന്ന് വെച്ചാൽ ഈ ചെറുതായിട്ടുള്ള കല്ലുകളിൽ അവർ എഴുതി വെക്കില്ലേ, അതിനാണ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പം ആർക്കിയോളജിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെയുള്ള കുറേ എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറേ എണ്ണം കിട്ടിയതിൽ അവർ ട്രേഡിനെ ചെയ്തിട്ട് ഇപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ 3 ഗോൾഡ് എന്ന് വെച്ചാൽ ആ ഒരു ഗോൾഡ് അവർ അതിലേക്ക് എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. They achieved remarkable progress in the field of mathematics and astronomy. അവർ മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ആസ്ട്രോണമി എന്ന് വെച്ചാൽ നമ്മുടെ സ്പേസിനെ കുറിച്ച് പഠിക്കുന്നതിൽ അവർ വളരെ നല്ല ഇൻ്റലിജൻ്റ് ആയിരുന്നു. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ. ഇവർ ഒരു കലണ്ടർ നിർമ്മിച്ചിരുന്നു മൂണിനെ തുടർന്ന്. ദേ ഡിവൈഡഡ് എ ഇയർ ഇൻറ്റു 12 months, എ മന്ത് ഇൻറ്റു 4 weeks ആൻഡ് എ ഡേ ഇൻറ്റു 24 hours. ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പോൾ ഇവരും 12 മാസം അതുപോലെ തന്നെ ഒരു 4 weeks, ഒരു മാസം എന്ന് വെച്ചാൽ 4 വീക്കാണ്. അതുപോലെ തന്നെ 24 മണിക്കൂറാണ് ഒരു ഡേ എന്ന് പറയുന്നത്. ഇവർക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സ്ക്വയർ റൂട്ടെല്ലാം അറിയായിരുന്നു. The construction of temples, namely ziggurat, is the evidence of the amazing architectural skills of the ancient Mesopotamian. ഇപ്പോൾ മെസപ്പൊട്ടാമിയയിൽ പണ്ട് നിർമ്മിച്ച ഒരു അമ്പലം പോലെയുള്ള ആ ഒരു ടെമ്പിളിനെ സിഗററ്റ് എന്നാണ് അവർ നെയിമിൽ ചെയ്തിരിക്കുന്നത്. ദേ വർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. ദേ വർ ബിൽഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ് യൂസിങ് ബ്രിക്സ്. അപ്പോൾ അവർ സിറ്റീസിലാണത് ഉണ്ടാക്കിയത്. അതുപോലെ അവർ ആർട്ടിഫിഷ്യൽ നല്ല ബ്രിക്സ്, നല്ല മണ്ണ് ഉറപ്പുള്ള ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് അവരിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പോർഷനായ ചൈനീസ് സിവിലൈസേഷനെ വെച്ചാണ് നോക്കാൻ പോകുന്നത്. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹ്വാങ് ഹോ. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ എൻ്റെ സൈഡിലുള്ള റിവറാണ് ഹ്വാങ് ഹോ. അപ്പോൾ അത് അവരുടെ ഭാഷയിലുള്ളതാണ്. അഗ്രികൾച്ചർ വാസ് ദ ബേസ് ഓഫ് ദീസ് സിവിലൈസേഷൻ. അപ്പോൾ എല്ലാത്തിലും അഗ്രികൾച്ചർ ഒരു ബാക്ക് ബോൺ ആണ്. അതുപോലെ തന്നെ ചൈനീസിലും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ബേസ് ഓഫ് സിവിലൈസേഷനാണ്. They were also skillful in weaving, making pottery and silks production. അപ്പോൾ ഇവരും ഇതുപോലത്തുള്ള വീവിങ്ങും അതുപോലെ തന്നെ ഇവർ പോട്ടറി നന്നായി ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ സിൽക്ക് പ്രൊഡക്ഷനും ചെയ്യും. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ചൈന ആസ് വെൽ. ദ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രാഫിക്.
അപ്പോൾ ഇവർ നമുക്കറിയാം വേറെവരെല്ലാം റൈറ്റിംഗ് ആണ് ചെയ്തത്. ഇവരും ചെയ്തിരുന്നു, പക്ഷെ അത്രയല്ല. കൂടുതലും ഇവർ പിക്ടോഗ്രാഫിക് എന്ന് വെച്ചാൽ അവർ വരയ്ക്കുകയായിരുന്നു ചെയ്തത്, നോട്ട് ആൽഫബറ്റിക് ആയിരുന്നില്ല. ലെറ്റേഴ്സ് ഈസ് ഡെവലപ്മെൻറ്റ് ഇൻ ടു ആൻ ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ് ലൈക്ക് ആൻഷ്യൻ മെസപ്പൊട്ടാമിയൻ ആൻഡ് ഈജിപ്ഷ്യൻ ആൻഷ്യൻ ചൈനീസ് ടു ഫോർമുലേറ്റഡ് എ കലണ്ടർ ഇൻ വിച്ച് എ ഇയർ കൺസിസ്റ്റ് ഓഫ് 365.5 days. അപ്പോൾ നമുക്കറിയാം മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന സിവിലൈസേഷനിലൊക്കെ 365 കാലായിരുന്നു, മീൻസ് 1/4 ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചൈനയിൽ മാത്രം അവർ 365 1/2 ആണ്, ഹാഫ് ചെയ്തിരിക്കുകയാണ്, കുറച്ചുകൂടെ കൂടുതലാണ്. ഇൻ ദിസ് യൂണിറ്റ് അപ്പോൾ നമ്മുടെ ചൈനീസ് സിവിലൈസേഷന് കുറച്ചേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളൂ, വളരെ സിമ്പിളാണ്. In this unit we have discussed a few civilizations that flourished in river valleys. അപ്പോൾ നമ്മൾ റിവറിൻ്റെ അടുത്തുള്ള കുറച്ച് സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദേ യൂസ് ബ്രോൺസ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്, പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് എക്സെട്ര. അപ്പോൾ അവർ നന്നായി എഴുതുമായിരുന്നു, അതുപോലെ തന്നെ ട്രേഡ് ചെയ്യും, അതുപോലെ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതുപോലെ അവർ സയൻസിൽ നല്ലൊരു ഇൻ്റലിജൻസ് ആയിരുന്നു. വേർ ദ റിമാർക്കബിൾ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് സിവിലൈസേഷൻസ്. അപ്പോൾ ഈ ഒരു സിവിലൈസേഷൻസിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ റൈറ്റിങ്ങും അതുപോലെ തന്നെ ട്രേഡ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, ഇൻ്റലിജൻസ് ഓഫ് സയൻസ്, ഇതെല്ലാം അവർ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ സമ്മറി കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് പോയിൻറ്റ്സ് ആണ്, അത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, ദ റിവർ വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള ഒരു ടേബിൾ. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻ സെർച്ച് ഓഫ് എർത്ത്സ് സീക്രറ്റ്സ് എന്ന് പറഞ്ഞ എർത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.